അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 15 തിങ്കളാഴ്ച. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഉറപ്പു നൽകുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. ഇന്ന് രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൌജന്യ യാത്ര ലഭ്യമാകും. ഉദ്ഘാടന സർവീസിൽ ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ബസ്സിൽ യാത്ര ചെയ്യും. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൌൺ ടു ടൌൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ 7 വിഭാഗങ്ങളിലാണ് സൌജന്യ യാത്ര. ലോകം കാത്തിരുന്ന സമാധാന കരാർ സംബന്ധിച്ച് US-ഉം ഇറാനും ധാരണയിലെത്തിയെന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാനുമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. സമാധാന കരാർ ജൂൺ 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പുവെക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. കരാർ പൂർത്തിയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്കിൽ US നാവികസേനയുടെ ഉപരോധം നീക്കാൻ ട്രംപ് നിർദ്ദേശം നൽകി. കേരളത്തിൽ UDF സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തുവിട്ട് KSRTC. ഇന്ന് രാവിലെ 8:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം രാവിലെ 9 മണി മുതൽ സീറോ വാല്യൂ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. സ്ത്രീകൾക്ക് സൌജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകുമെന്നും അറിയിപ്പിലുണ്ട്. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി ഇന്നു മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും യാത്രയ്ക്ക് നിരക്കില്ലെങ്കിലും യാത്രക്കാർ നിർബന്ധമായും കണ്ടക്ടറിൽ നിന്ന് സീറോ വാല്യൂ ടിക്കറ്റ് കൈപ്പറ്റേണ്ടതുണ്ടെന്ന് KSRTC അറിയിച്ചു. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്ര ഉദ്ഘാടനവുമായി CPM MLA-മാർ സഹകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്ത്രീകളുടെ സൌജന്യ യാത്രയിൽ പറഞ്ഞതല്ല സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകളില്ലെന്നും ഈ സൌജന്യ യാത്ര ആളെ പറ്റിക്കാനുള്ള പരിപാടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം CPM ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് പ്രതികരിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. CPM തീരുമാനം തിരുത്തണമെന്നും CP ജോൺ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച രോഗി വെന്റിലേറ്ററിൽ തുടരുന്നുവെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഫലം നെഗറ്റീവാണ്. സംസ്ഥാനത്ത് 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തെന്നും മുരളീധരൻ വ്യക്തമാക്കി. നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ രൂക്ഷമായി പ്രതികരിച്ച് ആരോഗ്യമന്ത്രി K മുരളീധരൻ. നിപ ഫലം ഉച്ചയ്ക്ക് വന്നിട്ടും മുൻ DHS ഡോക്ടർ റീന അത് അറിയിച്ചില്ലെന്നും വകുപ്പിൽ തുരപ്പൻ പണി കാണിച്ചതുകൊണ്ടാണ് അവരെ മാറ്റിയതെന്നും മന്ത്രി തുറന്നടിച്ചു. രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ ആരോഗ്യവകുപ്പും ജില്ലാ സംവിധാനങ്ങളും തമ്മിലുള്ള ഏകോപനമില്ലായ്മ തുടരുന്നു എന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിപയെ രാഷ്ട്രീയായുധമാക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്കിടയിലുള്ള ആശയക്കുഴപ്പമാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും എന്നാൽ ആരോഗ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ലെന്നും പിണറായി വിജയൻ വിമർശിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ തുറവൂർ പഞ്ചായത്തിലെ 13ാം വാർഡിൽ 9 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളം മലയിടം തുരുത്തിലെ ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ഭൂമി തർക്കത്തിന് പരിഹാരമായതിന് പിന്നാലെ തർക്കപരിഹാരം സംബന്ധിച്ച ഔദ്യോഗിക കരാർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് എറണാകുളം കളക്ടറേറ്റിൽ വെച്ച് ഒപ്പിടും. ശനിയാഴ്ച വൈകിട്ട് നടന്ന നിർണായകമായ യോഗത്തിലാണ് പ്രക്ഷോഭകരും ഭൂവുടമകളും സർക്കാരും തമ്മിൽ സമവായത്തിലെത്തിയത്. ക്യാനുകളിൽ പെട്രോൾ, ഡീസൽ എന്നിവ നൽകരുതെന്ന ഉത്തരവ് കർഷകരെ ബാധിക്കുന്നുവെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ്. കർഷകരെ സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി.
മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ പലതിലും വില കൂടുതലാണ്. കേന്ദ്രമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇടപെടൽ തേടി കത്തയച്ചുവെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെയും എഡിജിപി ശ്രീജിത്തിനെയും ബോധപൂർവ്വം മാറ്റി നിർത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ. ഇതിന് ചരട് വലിച്ചത് പാർട്ടിയിലും അന്നത്തെ ഭരണ നേതൃത്വത്തിലും സ്വാധീനമുണ്ടായിരുന്ന ഒരു ഉന്നതനാണെന്നുമാണ് വെളിപ്പെടുത്തൽ. സിപിഎമ്മിനെതിരെ വിമർശനമുന്നയിച്ച എ പത്മകുമാറിനെ തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി നേരിടുന്ന ആളാണ് പത്മകുമാറെന്നും മറുപടി പറയേണ്ട കാര്യം തനിക്കില്ലെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് എസ്ഐടി പരിശോധന. പ്രഭാമണ്ഡലമടക്കം ഇളക്കി പരിശോധന നടത്തും. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പരിശോധന നടത്തുന്നത്. RSSന്റെ 100 വർഷങ്ങൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ സർ സംഘചാലക് മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത്. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് നിരക്കാത്ത ഗുരുതരമായ വീഴ്ചയാണെന്നും വിസിമാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. RSS പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാല വിസിമാർ പങ്കെടുത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ 3 വൈസ് ചാൻസലർമാരും കേരളീയ സമൂഹത്തോട് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. RSS പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും രംഗത്ത്. ഇത് അക്കാഡമിക നിഷ്പക്ഷതയുടെ ലംഘനമാണെന്നും വിസിമാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനുമെതിരെ ബിജെപി. പങ്കെടുത്തത് അപരാധമെന്ന് എങ്ങനെ പറയുമെന്ന് വി മുരളീധരൻ എംഎൽഎ ചോദിച്ചു. വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്തത് വലിയ അപരാധം എന്ന പ്രസ്താവന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ RSS നിരോധിച്ച സംഘടനയാണോ എന്നും വി മുരളീധരൻ ചോദിച്ചു. RSS പരിപാടിയിൽ പങ്കെടുത്തവർ മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് തുടങ്ങേണ്ടത് സതീശൻ തന്നെയായിരിക്കണമെന്ന് പരിഹസിച്ച് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. മുൻപ് സതീശൻ RSS പരിപാടികളിൽ പങ്കെടുത്തതിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. 3ാം ടേം ഭരണം പാർട്ടി പ്രതീക്ഷിച്ചിരുന്നെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തൃശൂരിൽ EMS അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും ജനക്കൂട്ടത്തിലെ ചിന്താഗതിയിലേക്ക് പാർട്ടി മാറിയെന്നും പാർട്ടി എന്നത് വെറുതെ PB ചേരാനും കമ്മിറ്റി ചേരാനും ഉള്ളതല്ലെന്നും അതിലെ ഉള്ളടക്കമാണ് പ്രസക്തമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴയുടെ ശക്തി കുറയും. ഈ മാസം 17 വരെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. പിണറായി വിജയനെ പുകഴ്ത്തി സ്തുതിഗാനം രചിച്ച സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ നേതാവ് പൂവത്തൂർ ചിത്രസേനന്റെ സേവനം അവസാനിപ്പിച്ച് UDF സർക്കാർ. വിരമിച്ച ശേഷം ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസഞ്ചറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്ന ഇദ്ദേഹത്തിനോട് തിങ്കളാഴ്ച മുതൽ ജോലിക്കെത്തേണ്ടതില്ലെന്ന അറിയിപ്പ് കൈമാറി. പരാതികളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അമ്മ സംഘടനയിലെ ഭാരവാഹികളായ ടിനി ടോമിനും ലക്ഷ്മിപ്രിയക്കുമെതിരെ പരാതി നൽകിയ നടി അൻസിബ ഹസൻ. സംഘടനയിലെ ചില വ്യക്തികൾ ശരിയായല്ല മുന്നോട്ട് പോകുന്നതെന്നും ഭാരവാഹികൾക്ക് സംഘടനാ പാടവവും കരുണയും കേൾക്കാനുള്ള മനസ്സും വേണമെന്നും നടി അഭിപ്രായപ്പെട്ടു. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കടവന്ത്ര പോലീസ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ മീന കുറുപ്പിന്റെ മൊഴിയെടുത്തു. അൻസിബ നൽകിയതിന് സമാനമായ ഒരു പരാതി മീന കുറുപ്പ് അമ്മ എക്സിക്യൂട്ടീവിന് നൽകിയിരുന്നു. വാഴോട്ടുകോണം BJP കൌൺസിലർ സുഗതനെതിരെ വധശ്രമവും കലാപശ്രമവും ഉൾപ്പെടെ വട്ടിയൂർക്കാവ് നെടുമങ്ങാട് സ്റ്റേഷനുകളിലായി 19 കേസുകളെന്ന് റിപ്പോർട്ടുകൾ. വധശ്രമം, ലഹളയുണ്ടാക്കൽ, പോലീസ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയവയാണ് കേസുകൾ. ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 4.26 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടി.
ദുബായിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിന്റെ ടോയ്ലറ്റിലെ സ്പീക്കർ ബോക്സിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കണ്ടെത്തിയത്. ഒമാൻ തീരത്ത് മുങ്ങിയ MSC വിരാട് 1 എന്ന പായ് കപ്പലിലെ 14 ഇന്ത്യക്കാരെയും രക്ഷപ്പെടുത്തി. അമേരിക്കൻ നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ നാവികസേനയും പങ്കാളികളായി. എഞ്ചിൻ തകരാറാണ് അപകടത്തിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തൃണമൂൽ കോൺഗ്രസിലെ വിമതപക്ഷ എംപിമാർ സ്പീക്കറെ കണ്ടതിന് പിന്നാലെ തങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടിയിൽ ചേർന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDAയ്ക്ക് പിന്തുണ നൽകുന്നതായും അറിയിച്ചു. 20 എംപിമാർ തങ്ങൾക്കൊപ്പമുണ്ടെന്നും നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടിയുമായി ലയിക്കാനുള്ള അഭ്യർത്ഥനയും NDAയുടെ ഭാഗമായി പാർലമെന്റിൽ പ്രത്യേക ഇരിപ്പിട ക്രമീകരണവും ആവശ്യപ്പെട്ടാണ് സ്പീക്കറെ കണ്ടതെന്നും വിമതർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും കൂറുമാറ്റത്തിന് സാധ്യത തെളിയുന്നു. ചില എംപിമാർ ഏക്നാഥ് ഷിൻഡെ പക്ഷവുമായി ബന്ധപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഉദ്ധവ് താക്കറെ അടിയന്തരമായ യോഗം വിളിച്ചു. പാർട്ടിയുടെ 9 എംപിമാരിൽ 4 പേർ വരെ മറുകണ്ഠം ചാടാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് സൂചന. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂൺ 14 അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നേരത്തെ അറിയിച്ചിരുന്നു. ഒമാൻ തീരത്തിന് സമീപം US ആക്രമണത്തിനിരയായ കപ്പലിലെ നിരപരാധികളായ 3 ഇന്ത്യൻ ജീവനക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിയായിരുന്നിട്ടും ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറാകാത്ത അമേരിക്കയെ പ്രതികരണമില്ലാത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. സംഘർഷഭരിതമായ ഈ മേഖലയിൽ കപ്പലുകളെ തടയാൻ മാരകമല്ലാത്ത മറ്റു മാർഗങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ മേഖലയിലുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം വ്യോമാക്രമണത്തിൽ തകർത്തതായി ഇസ്രായേൽ വ്യോമസേന അവകാശപ്പെട്ടു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ വ്യോമസേന തങ്ങളുടെ X ഹാൻഡിലിലൂടെ പുറത്തുവിട്ടു. ലെബനനിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ. കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ നീക്കം. അമേരിക്കയ്ക്ക് വാക്കുപാലിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഇറാൻ വാദം. ഇറാനുമായി സമാധാന കരാർ അടുത്തിരിക്കെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള സമാധാന കരാറിന് നമ്മൾ വളരെ അടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ദിവസത്തിൽ ആക്രമണം നടക്കാൻ പാടില്ലായിരുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചു. സ്ലോവാക്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചരിത്രം കുറിക്കുന്നു. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം. നാളെ വരെ നീളുന്ന ഈ ഔദ്യോഗിക സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യന്മാരെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരെയും 17-കാരിയായ കുങ്കും മൊഹദും ആർച്ചറി ലോകകപ്പിൽ സ്വർണം നേടി. റിക്കേവ് മിക്സഡ് വിഭാഗത്തിലാണ് ഇവരുടെ അട്ടിമറി ജയം. വനിതാ T20 ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ 64 റൺസിന് തകർത്ത് ഇന്ത്യ. 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയുടെ മികവിൽ ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. പാകിസ്ഥാന്റെ 5 വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ സ്പിന്നർ ദീപ്തി ശർമ്മയാണ് ഇന്ത്യയ്ക്ക് ആധികാരിക ജയം സമ്മാനിച്ചത്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് സിയിൽ ഹെയ്തിയെ ഏകപക്ഷീയമായ 1 ഗോളിന് വീഴ്ത്തി സ്കോട്ട്ലൻഡ്. 28-ാം മിനിറ്റിൽ മിഡ്ഫീൽഡർ ജോൺ മക്ഗിൻ നേടിയ ഗോളാണ് സ്കോട്ട്ലൻഡിന് ലീഡ് നൽകിയത്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഡിയിൽ തുർക്കിക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളിന് ജയിച്ച് ഓസ്ട്രേലിയ. തുർക്കിയുടെ കടുത്ത ആക്രമണത്തെ പ്രതിരോധ കോട്ട കെട്ടിത്തോൽപ്പിച്ച് മിന്നൽ കൌണ്ടർ അറ്റാക്കിലൂടെയും പ്രതിരോധ പിഴവ് മുതലെടുത്തുമാണ് മത്സരത്തിന്റെ 27-75 മിനിറ്റുകളിൽ ഓസ്ട്രേലിയ ഗോളുകൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മൻ ഗോൾ മഴ. ഗ്രൂപ്പ് ഇയിൽ നടന്ന മത്സരത്തിൽ ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ ക്യൂറോസോയെ 1-7 ഗോളുകൾക്ക് തകർത്ത് ജർമ്മനി. 6-ാം മിനിറ്റിൽ മുന്നിലെത്തിയ ജർമ്മനിയെ ഞെട്ടിച്ച് 21-ാം മിനിറ്റിൽ ക്യൂറാസോ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ ഗോൾ നേടി.
ഞെട്ടലിൽ നിന്നുണർന്ന ജർമ്മൻ താരങ്ങൾ ഗോളടിക്കാൻ ക്യൂ നിന്ന മത്സരത്തിൽ ക്യുറസാവോയ്ക്ക് കാര്യമായൊന്നും പിന്നീട് ചെയ്യാനുണ്ടായിരുന്നില്ല. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫിൽ 2-നെതിരെ 2 ഗോളുകൾ നേടി നെതർലൻഡ്സിനെ സമനിലയിൽ തളച്ച് ജപ്പാൻ. 2 തവണ പിന്നിൽ പോയ ശേഷം തിരിച്ചടിച്ചാണ് ജപ്പാൻ സമനിലയുമായി മടങ്ങിയത്. രണ്ടാം പകുതിയിലാണ് 4 ഗോളും പിറന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.